ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ ചീമച്ചക്കയുടെ തോരനാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെയും കോമ്പിനേഷനായി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതും കൂടിയാണ്. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് കണ്ടാലോ. ഇപ്പോൾ തോരൻ ആവശ്യമായിട്ട് ഞാൻ ഒരു ചീമച്ചക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമോ അത്ര എടുക്കാം. 1-2 ആണെങ്കിൽ നമ്മൾക്ക് 2 നേരം കഴിക്കാൻ പറ്റുന്നത് പോലെ തോരൻ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ മേൽഭാഗം ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇങ്ങനെ നടുവേ കട്ട് ചെയ്തിട്ട് 4 കഷ്ണങ്ങളാക്കിയാൽ നമുക്ക് തൊലി എളുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ആദ്യം ചെയ്യുക. എന്നതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ നേരത്തെ കുറേ മാസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ റെക്കോർഡിങ്ങും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് വീണ്ടും ഞാൻ ഇടുന്നത്. അങ്ങനെ രണ്ടാമത്തതും കൂടി ഞാൻ തൊലി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ പൊട്ടാറ്റോ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ കട്ട് ചെയ്താൽ മതിയാവും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്യാം. ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു വയ്ക്കാം. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി തോരൻ നമുക്ക് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് കട്ട് ചെയ്ത ഉടനെ കഴുകാൻ പാടില്ല. നമ്മൾ ചക്കയൊന്നും കഴുകില്ലല്ലോ. ഇനി ആവശ്യത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ പെപ്പർ പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കരിവേപ്പില, പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം അധികം തന്നെ വെക്കണേ. ഇത് കുറച്ച് വേവുള്ളതാണ്. പൊട്ടാറ്റോ പോലെ വേഗം വെന്ത് കിട്ടൂല. അങ്ങനെ ഒരു 5 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് വറ്റി വരണ്ടേ. ഇപ്പോൾ വീണ്ടും ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 3 മിനിറ്റും കൂടി കഴിഞ്ഞു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ചക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടിയിലോട്ടേക്ക് എണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക്, ഉള്ളി, പിന്നെ വെളുത്തുള്ളി ഒരു 10-12 വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില. അപ്പം ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരു മീഡിയം സൈസ് ഉള്ളി മതിയാകും. ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തോരൻ ആവശ്യമുള്ള തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. ചക്ക, കപ്പ എന്നതിനൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ തേങ്ങ ഇടുമല്ലോ, അപ്പോൾ നല്ല ഒരു ടേസ്റ്റും കൂടിയാണ്. തേങ്ങയിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 സെക്കൻഡ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടിയും വേവിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ ശരിക്കും ചൂടായില്ലെങ്കിൽ പിന്നെ തോരനൊക്കെ വേഗം മോശമായി പോവേ. അങ്ങനെ വീണ്ടും ഒന്ന് നല്ല പോലെ എല്ലാം ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ ചീമച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, എളുപ്പമാണ്, നല്ല നാടൻ സ്റ്റൈലിലുള്ള ഡിഷും കൂടിയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ
കുക്കിംഗ്, ഗാർഡനിങ്, പിന്നെ ബ്യൂട്ടി ടിപ്പ് ഇതൊക്കെ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. പിന്നെ കഴിഞ്ഞ 4 വീഡിയോയിൽ എനിക്ക് വ്യൂസ് വളരെ കുറവാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്